ക്ലാസ്സിന്റെ മക്കൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ, ഓക്കെ, വെള്ളത്തിന്റെ 3 അവസ്ഥകളെ കുറിച്ചാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉറപ്പിച്ച് എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ജലത്തിന്റെ 3 അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ല അല്ലെ. ഓക്കെ, അപ്പൊ 3 സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ ഏതൊക്കെയാണ്? ഐസ്, വാട്ടർ, പിന്നെ വാട്ടർ വേപ്പർ ആണ് അല്ലെ. 3 സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐസ് ആണ്. ഓക്കെ, ഒന്നാമത്തേത് നമുക്ക് എന്തുണ്ട്? ഐസ് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഏതാണ്? രണ്ടാമത്തത് വെള്ളത്തിന് എന്തൊക്കെ ആവാൻ പറ്റും? ഐസിന്റെ രൂപത്തിൽ പറ്റും, പിന്നെ സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം അല്ലെ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെള്ളമാണ്, വാട്ടർ ആണ്. ഓക്കെ, വാട്ടർ, വെള്ളം ഓർ ജലം എന്ന് കൊടുക്കാം. ജലം, റെഡി? യെസ്, ജലം. ഇനി മൂന്നാമത്തേത് ഏതാണ്? യെസ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഏതാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ ആണ് അല്ലെ. വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പർ. ഓക്കെ, നീരാവി അല്ലെങ്കിൽ ജലബാഷ്പം എന്നും പറയാം, നീരാവി. ഓക്കെ, അപ്പം ഇത് 3ഉമാണ് ജലത്തിന്റെ 3 അവസ്ഥകൾ. 3 സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഏതാണ്? ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് ഏതാണ്? ഗരം, സോളിഡ് ആണ് അല്ലെ. സോളിഡ് സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും വെള്ളം ഉണ്ടാവുക? ഐസിന്റെ ഷേപ്പിലായിരിക്കും, ഐസ് രൂപത്തിലാണ്. രണ്ടാമത്തേത് ലിക്വിഡ്, ലിക്വിഡ്, ദ്രാവകം. ദ്രാവകം എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആയിട്ട് എന്താണ് വെള്ളം മാറുന്നത്? വെള്ളമായിട്ട് തന്നെ അല്ലെ, വാട്ടർ സ്റ്റേറ്റിലാണ്. മൂന്നാമത്തേത് ഗ്യാസ്. ഓക്കെ, ഗരം, ദ്രാവകം, വാതകം. മൂന്നാമത്തേത് വാതകം, ഗ്യാസ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പൊ 3 സ്റ്റേറ്റ് ഏതൊക്കെയാണ്? ലിക്വിഡ് ആവാൻ പറ്റും, സോളിഡ് ആവാൻ പറ്റും, ഗ്യാസ് ആവാൻ പറ്റും അല്ലെ. സോളിഡ് എന്ന് പറയുമ്പോൾ അത് ഐസ് രൂപത്തിലായിരിക്കും, ലിക്വിഡ് എന്ന് പറയുമ്പോൾ അത് വാട്ടർ രൂപത്തിലായിരിക്കും, ഗ്യാസ് എന്ന് പറയുമ്പോൾ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നമുക്ക് ജലബാഷ്പം എന്നും പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു സൈക്കിൾ നമുക്ക് പഠിച്ചാലോ? ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. ചിലപ്പോൾ എക്സാമിന് എങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദ്യം ചോദിക്കുക, ഏതെങ്കിലുമൊക്കെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? സോളിഡ് സ്റ്റേറ്റിനെ എടുക്കാം അല്ലെ. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ വെള്ളം എങ്ങനെയിരിക്കും? ഇതേപോലെയുള്ള ഒരു ഐസ് ആയിട്ടാണ് അല്ലേ ഉണ്ടാവുക. സോളിഡ് സ്റ്റേറ്റിൽ വെള്ളം എങ്ങനെയായിരിക്കും? ഐസ്, ഐസ് ആയിട്ടാണ് ഉണ്ടാവുക. എന്നിട്ട് ഈ ഐസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ, ഐസിനെ നമ്മൾ എന്താക്കുന്നു? ചൂടാക്കുന്നു. ഐസിനെ ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഐസ് വെള്ളമായിട്ട് മാറുന്നുണ്ട് അല്ലെ. യെസ്, വെള്ളമായിട്ട് മാറുന്നു. ഓക്കെ, നിറയെ വെള്ളമുള്ള ഒരു വെള്ളമായിട്ടാണ് ആ ഐസ് പിന്നീട് മാറുന്നത്. റെഡി? യെസ്. അപ്പൊ രണ്ടാമത്തേത് നമുക്ക് എന്ത് ചെയ്താം? വെള്ളം, വാട്ടർ എന്ന് എഴുതാം അല്ലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? വീണ്ടും ഇതിനെ ചൂടാക്കുകയാണ്. ഓക്കെ, വീണ്ടും നമ്മൾ ഇതിനെ ചൂടാക്കുമ്പോൾ അതെന്താ സംഭവിക്കും? യെസ്, ആദ്യം ഐസ് ആയിരിക്കും. ആ ഐസിനെ ചൂടാക്കുമ്പോൾ വെള്ളമായിട്ട് മാറും. ആ വെള്ളത്തെ നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നീരാവി വരികയാണ് അല്ലേ ചെയ്യുന്നത്. യെസ്, ഒരു പാത്രത്തിൽ നമ്മൾ ഇങ്ങനെ ചായപാത്രത്തിലൊക്കെ വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അതിൽ ഇങ്ങനെ നീരാവി വരുന്നു. നീരാവി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൂന്നാമത്തേത് എന്ന് പറയുന്നത് നീരാവി, ജലബാഷ്പം, വാട്ടർ വേപ്പർ എന്നൊക്കെ പറയാം. ഓക്കെ, വാട്ടർ വേപ്പർ. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ തണുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിനെ നമ്മൾ ഇനി തണുപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനെ ഇങ്ങനെ തണുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? തണുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? തണുപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യെസ്, ആ നീരാവി വീണ്ടും വെള്ളമായിട്ട് മാറുന്നു. ഓക്കെ, അത് വീണ്ടും വെള്ളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ വെള്ളമായിട്ട്, വെള്ളത്തിന് ബ്ലൂ കളർ എവിടെ? യെസ്, വെള്ളമായിട്ട് മാറും, ജലമായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? വെള്ളം ഓർ ജലം, വാട്ടർ എന്ന് എഴുതാം അല്ലെ. യെസ്, എന്നിട്ട് ഈ വെള്ളത്തെ നമ്മൾ വീണ്ടും തണുപ്പിക്കുമ്പോൾ, ചൂടാക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, തണുപ്പിക്കുകയാണ്. അപ്പൊ തണുപ്പിക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? എന്തായിട്ട് മാറുന്നു? ഐസ് ആയിട്ട് മാറുന്നു അല്ലെ. അപ്പം ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? ഐസ് എന്ന് പറയുന്നത്. ഐസ് എന്ന് പറഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റ് ആണ് മക്കളെ? ഐസ് എന്ന് പറയുന്നത്
സോളിഡ് സ്റ്റേറ്റ് ആണ്, ഖരം അവസ്ഥയാണ് അല്ലെ, ഖരാവസ്ഥയാണ്. രണ്ടാമത്തേത് വെള്ളം എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ദ്രാവകമാണ് അല്ലെ. വെള്ളം, ജലം എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ആൻഡ് മൂന്നാമത്തെ അവസ്ഥ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ഏതാണ്? ഗ്യാസ് സ്റ്റേറ്റ് ആണ് അല്ലെ. യെസ്, ഗ്യാസ് സ്റ്റേറ്റ് ആണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. റെഡി? ഓക്കെ. അപ്പൊ ഐസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നുണ്ട്? ഐസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് വെള്ളമായിട്ട് മാറും. ആ വെള്ളത്തെ നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ചൂടാക്കുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ നീരാവി പോകുന്നത് നമുക്ക് കാണാമല്ലേ. കുറച്ച് വെള്ളത്തിന്റെ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ ഉറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യെസ്, നീരാവി ആയിട്ട് മാറുന്നു. ആ നീരാവിയെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ചൂടാക്കല്ല, കൂൾസ് ഡൗൺ ചെയ്യാണ്, തണുപ്പിക്കുകയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. യെസ്, നമ്മൾ തണുപ്പിക്കുകയാണ്, കൂൾസ്. ഇവിടെയും കൂൾസ്. ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്, ഹീറ്റ്. ഓക്കെ. അപ്പൊ ഇതിനെ നമ്മൾ തണുപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നീരാവിയെ, വാട്ടർ വേപ്പറിനെ നമ്മൾ തണുപ്പിക്കുമ്പോൾ അത് വെള്ളമായിട്ട് മാറുന്നു. ആ വെള്ളത്തെ വീണ്ടും നമ്മൾ തണുപ്പിക്കുമ്പോൾ, വെള്ളത്തിൽ ആ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി തണുപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ഐസ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? ഈ ഒരു സർക്കിൾ നല്ലതുപോലെ ഇപ്പൊ തന്നെ പഠിക്കുക. ഉറപ്പിച്ച് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഒരു സംശയം വേണ്ട. ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു വിട്ട ഭാഗം, വെള്ളത്തിന്റെ സ്ഥലത്ത് വെള്ളം എന്ന് എഴുതിയിട്ടുണ്ടാവില്ല, നീരാവിയുടെ സ്ഥലത്ത് നീരാവി എന്ന് എഴുതിയിട്ടുണ്ടാവില്ല, അങ്ങനെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ മറ്റു ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ 3 സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്താണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ഏതൊക്കെയാണ് 3 സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്? യെസ്, ഐസ്, വാട്ടർ, വാട്ടർ വേപ്പർ. 3 സ്റ്റേറ്റ്സ്. ഏതൊക്കെ സ്റ്റേറ്റിലാണ് ആവാൻ പറ്റുന്നത്? സോളിഡും ലിക്വിഡും ഗ്യാസും ആയിട്ട് മാറാൻ പറ്റുന്നത്. അതെങ്ങനെയാണ്? ഐസ്, വാട്ടർ, അതേപോലെ വാട്ടർ വേപ്പർ ആണ്. ഓക്കെ. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും മക്കൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യില്ലേ? റെഡി? യെസ്. ഓക്കെ ദെൻ ബൈ, താങ്ക് യു. അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ മക്കൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.